ഹായ് എവരിവൺ, ഡോക്ടർ ബിനിറ്റയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പല്ല് കേടുവരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. പല്ല് കേടുവരുന്നത് ഒബ്വിയസ്ലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലില് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വായിക്കകത്തുണ്ടാവുന്ന ആയിരക്കണക്കിന് ബാക്ടീരിയകളും വില്ലന്മാരായിട്ടുള്ള ചില ബാക്ടീരിയസ് അവര് ഈ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിൽ നിന്നൊരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ആസിഡാണ് പല്ലിനെ ഇനാമലിനെ നശിപ്പിക്കുന്നത്. ഇനാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോഡി പാർട്ടാണ്. ആ ഇനാമലിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ. സ്ഥിരമായി നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു ദിവസം കട്ടിയുള്ള ഭക്ഷണങ്ങള്, അതേപോലെ ഒട്ടിപ്പിടിക്കുന്ന ഭക്ഷണങ്ങള്, മധുര പദാർത്ഥങ്ങള് ഇതെല്ലാം കഴിച്ചതുകൊണ്ട് നിങ്ങളെ പല്ല് കേടാവണമെന്നില്ല. പക്ഷെ സ്ഥിരമായി നിങ്ങളിത് ചെയ്യുകയും അത് പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുക, അത് ക്ലീൻ ആക്കാതെ വെക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നത്. അങ്ങനെ പല്ല് കേടാവുമ്പോഴോ ഈ ആസിഡ് പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, പല്ലുകളിലെ വരകളും താഴ്വാരങ്ങളും പോലുള്ള ഭാഗങ്ങളുണ്ട്. അതായത് നമ്മളെ മോഡല് ആണിത് കേട്ടോ. ഇതിന് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലുള്ള ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളിലേക്ക് ഈ കുഴികളുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമല്ലേ, കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പല്ലിന് ഒരുപാട് വരകള്, മലകൾ പോലത്തെ ഭാഗങ്ങൾ, കുഴികളെല്ലാം ഉണ്ടാവും. ഈ ഭാഗങ്ങളിൽ ഒട്ടിപ്പിടിക്കുകയും അവിടെ ഇരുന്ന് ബാക്ടീരിയാസ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഉള്ളിലോട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ പതുക്കെ 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 അവരവരുടെ പണി നന്നായിട്ട് വൃത്തിയായി ചെയ്യും. മടിയന്മാരല്ലാട്ടോ അവര് പൊതുവെ. അവര് വല്ലാതെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളിത് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഇടനേരത്തെ സ്നാക്സ് ആണ് നമ്മുടെ വില്ലന്മാര് കേട്ടോ. അത് നമ്മള് കൃത്യമായിട്ട് വായ കഴുകില്ല, സ്നാക്സ് കഴിക്കുന്നു. ഒരു ചായ കുടിച്ച വായ കഴുകുന്നവർ എത്ര പേരുണ്ട്, ഒരു ജ്യൂസ് കുടിച്ച വായ കഴുകുന്നവർ എത്ര പേരുണ്ട്, ഇടയ്ക്ക് കഴിക്കുന്ന സ്നാക്സ് വീട്ടിൽ നമ്മൾ ബേക്കറി സാധനങ്ങളെല്ലാം കുറച്ച് നടക്കുമ്പോൾ നമ്മൾ വായ കഴുകുന്നവർ എത്ര പേരുണ്ട്? കഴുകാറില്ല നമ്മൾ പൊതുവെ, പക്ഷെ കഴുകണം. പിന്നെ ആ സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ബാക്ടീരിയക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. അവർ വെയിറ്റ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ പല്ലിന് കേട് തുടങ്ങും. പല്ല് കേട് തുടങ്ങുമ്പോഴേ വേദന വരുമോ? ഒരിക്കലുമില്ല. പല്ല് കേട് തുടങ്ങുമ്പോൾ സ്ലൈഡ് ബ്രൗണിഷ് അല്ലെങ്കിൽ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ആയിട്ടാണ് കാണാം. വീണ്ടും ഫുഡ് അടിഞ്ഞു കൂടുകയും ഈ ബാക്ടീരിയസിന്റെ ആക്ഷൻ കാരണം അത് വലുതാവുകയും ചെയ്യും. ഇനി നിങ്ങൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ ചില സമയത്ത് ഈ കേട് അവിടെ അറസ്റ്റ് ആവാറുണ്ട്. ഇത് കൂടുതൽ വളരാതിരിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സാഹചര്യം അതിന് വളരാൻ തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ മോഡലിൽ നമുക്ക് കാണാം, ഈ ബ്ലാക്ക് കാണുന്നതൊക്കെയാണ് പല്ല് കേട് വരുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് മോഡലിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചെറിയ ബ്ലാക്ക് കാണുമ്പോൾ തന്നെ നമ്മളത് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി അത് ചെറിയൊരു ഹോളായിട്ട് മാറി നിങ്ങൾക്ക് അതെങ്ങനെ ഫീൽ ചെയ്യാന്നറിയോ? നിങ്ങൾക്ക് പിന്നീട് മധുരം കഴിക്കുന്നതും തണുപ്പ് കഴിക്കുന്നതും പുളിപ്പ് അനുഭവപ്പെടും. ആ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പല്ലിന് കേടുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് പെട്ടെന്ന് മെഡിസിൻ എടുത്ത് പോയി അയക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അത് മാറി പുളിപ്പ് വല്ലാതെ കൂടുതലാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകും. അതായത് തണുപ്പ് തീരെ പറ്റില്ല, എന്ത് മധുരമല്ലാത്ത എന്ത് ഫുഡ് സ്റ്റെപ്സും അവിടെ കഴിക്കാൻ പറ്റുന്നില്ല എന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പല്ലിന്റെ കേട് അടുത്ത ലെയറുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല്ലിന് 3-4 ലെയറുകളാണുള്ളത്. ഇനാമൽ, ഡെന്റ്, പഴുപ്പ്. ഈ പഴുപ്പ് എന്ന് പറയുന്ന ഭാഗമാണ് പല്ലിന്റെ ജീവൻ നിലനിൽക്കുന്ന ഭാഗം. അവിടെയാണ് രക്തക്കുഴലുകളും നെർവ് എൻഡിങ്സും ഉള്ളത്. അവിടെ സെൻസേഷൻസ് കൂടുതലാണ്. അങ്ങോട്ട് എത്തുമ്പോഴാണ് നമുക്ക് വേദന വരുന്നത്. ഇതിനിടയിൽ 2 ലെയേഴ്സ് ഉണ്ട്. ഈ 2 ലെയേഴ്സിന് വരുന്ന കേടുകളും നമുക്ക് അടിച്ചു ശിക്ഷിക്കാൻ കഴിയും. പല്ലിന് കേട് വന്നിരിക്കുന്നത് പഴുപ്പിലേക്കാണെങ്കിൽ അതെന്തായാലും നമുക്ക് റൂട്ട് കനാൽ ചികിത്സ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയും. ഇതും കഴിഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളിലാണ് പല്ല് ദ്രവിച്ച് ചുറ്റുപോലെ ആകുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് അത് പറക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഒരു പല്ലിന് കേട് വന്ന് ഇത്രയും അധികം അവസ്ഥയിലേക്ക് പോകാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇത് ഒരു ദിവസത്തെയോ ഒരു മാസത്തെയോ കാര്യങ്ങളല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം. ഈ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യണം. ഇത് സമയം കണ്ടെത്തണം. എത്രയും പെട്ടെന്ന് നമ്മൾ പല്ല് അടയ്ക്കുകയും കൂടി വേണം. ഇത് എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഇത്രയേറെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ചെറിയ ഒരു കേടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മിനിമൽ ആയിട്ടുള്ള ടൈം ഉപയോഗിച്ച് മിനിമം ആയിട്ടുള്ള സെൻസേഷൻസിൽ, അതായത് പുളിപ്പ്, വേദന, ഈ വക കാര്യങ്ങളും വളരെ കുറഞ്ഞ സെൻസേഷനിൽ നിങ്ങൾക്ക് പല്ലുകൾ അടയ്ക്കാൻ കഴിയും. അതും മിനിമം കോസ്റ്റിലുമായിരിക്കും അത് ചെയ്യാൻ കഴിയും.
അതിന്റെ അളവ് കൂടുന്തോറും ഈ കോസ്റ്റ് കൂടുതലായിട്ട് വരും. അതിന് റൂട്ട് കനാലിലെത്തുമ്പോൾ നിങ്ങൾ പല്ലടയ്ക്കുന്നതിന്റെ 3 ഇരട്ടി കോസ്റ്റിലാണ് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരിക. അതിന് മുകളിൽ നിങ്ങളൊരു ക്യാപ്പ് വെക്കേണ്ടി വരും. അതും ഇതിനും ചെലവ് കൂടിയ ഒരു പ്രൊസീജിയർ ആയിരിക്കും. ഇനി നിങ്ങൾ പല്ല് എടുക്കുകയാണെങ്കിലോ നമുക്ക് ആ പല്ലിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലാന്റോ അല്ലെങ്കിൽ ബ്രിഡ്ജസോ വെക്കേണ്ടി വരും. അത് നിങ്ങൾ ആ പല്ലിനെ അടച്ച് സൂക്ഷിക്കുന്നതിന്റെ ഏകദേശം 5-6 ഇരട്ടി ചെലവുകൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇതും കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മളുടെ പല്ലുകൾ നമ്മൾക്ക് വേണ്ടി ഏത് സമയവും എന്ത് വായിലേക്ക് കൊടുത്താലും ചവച്ചരയ്ക്കാൻ റെഡിയായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇനി അഥവാ നിങ്ങളുടെ ആഗ്രഹം കാരണം നിങ്ങൾ ഒരുപാട് മധുരം കഴിക്കുന്നുണ്ട്, സ്നാക്സ് കഴിക്കുന്നുണ്ടെങ്കിൽ ദയവേത് ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് വായ ഒന്ന് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ നാവിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പല്ലിന് എവിടെയും അല്ലെങ്കിൽ വായിൽ എവിടെയെങ്കിലും ഒരു ഫോറിൻ ബോഡി ഉണ്ടെങ്കിൽ, ഫോറിൻ ബോഡി എന്ന് പറഞ്ഞാൽ ആ വായിൽ എല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ നാവ് അതിനെ തൊട്ടുകൊണ്ടിരിക്കും. നാവ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണ സാധനത്തിൽ എടുത്ത് പുറത്തിടാൻ. ആ നാവിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നന്നായിട്ടൊന്ന് കഴുകാൻ. ഒരുപാട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്യാൻ ശ്രമിക്കാനുണ്ട്. ഇടയ്ക്ക് ഈ സ്നാക്സ് കഴിക്കുന്ന സ്വഭാവം നമ്മളെ ഹെൽത്തിന് അത്ര നല്ലതല്ല. പല്ലിന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളെ ഹെൽത്തിനും അത്ര നല്ലതല്ല. നിങ്ങൾക്ക് അങ്ങനെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് ഉപയോഗിക്കും. ഫ്രൂട്ട്സ് അതുപോലെ ഈ സമ്മർ സീസണില് കുട്ടികൾ വീട്ടിലിരിക്കുകയാണ്, അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും, അത് ടിവിയിലും ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്തും അവർ പ്രിഫർ ചെയ്യുക ഈ പറഞ്ഞ ബേക്കറി ഐറ്റംസ് തന്നെ ആയിരിക്കും. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രൂട്ട്സ് അവൈലബിൾ ആക്കുക കുട്ടികൾക്ക്. അതും കൂടുതൽ വൈറ്റമിൻ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാകുമ്പോൾ അത് അവരെയും കൂടുതൽ ഹെൽത്തി ആയിട്ട് ചൂസ് ചെയ്യാനും അവരുടെ മുഖത്തെ ഫേഷ്യൽ മസിൽസ് എല്ലാം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ആവും. നിങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. ഈ പല്ല് ചെറിയ കേടാവുമ്പോൾ തന്നെ അടയ്ക്കാനായിട്ട്, പല്ലിനെ പരിഗണിക്കാനായിട്ട് നിങ്ങൾ ഇന്ന് മുതൽ ശ്രദ്ധിച്ചു തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.